ഒരു മനുഷ്യന്റെ പുരോഗതിയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമാണ്. പരിമിതമായി എനിക്ക് ഇത് മാത്രമേ സാധ്യമാകൂ എന്നുള്ള ചിന്തയാണ്. നോക്കൂ, 1903 വരെ മനുഷ്യ ചരിത്രത്തിൽ അനേകായിരം മനുഷ്യർ ദശലക്ഷം വർഷത്തോളം കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ആകാശത്തു കൂടി പറന്നു പോകുന്ന പക്ഷികളെ നോക്കി അന്തം വിട്ട് നോക്കി നിന്നിട്ട് തങ്ങൾക്കത് അസാധ്യമാണ് എന്ന് വിശ്വസിച്ചവരാണ്. പക്ഷേ ആ 1903 വരെ അങ്ങനെ വിശ്വസിച്ച മനുഷ്യ സഞ്ചയത്തിനോട് നമുക്കും പറക്കാൻ കഴിയുമെന്ന് പറഞ്ഞ റൈറ്റ് സഹോദരന്മാർ 1903 വിമാനം കണ്ടുപിടിക്കുമ്പോ അത് മനുഷ്യന്റെ അന്ന് വരെയുള്ള ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തെ തകർത്തുകൊണ്ടാണ്. ഒരുപക്ഷെ അന്ന് ആ ലക്ഷ്യമുണ്ടാക്കുമ്പോ അദ്ദേഹത്തെയും വിളിച്ചിട്ടുണ്ടാവും ഭ്രാന്തനെന്ന്. നമുക്കറിയാലോ, ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരിക്കൽ കൂടി ഇലോൺ മസ്കിന് അംഗീകരിക്കപ്പെടുകയാണ്. അമേരിക്കയിലെ ട്രംപിനെ തിരഞ്ഞെടുക്കുന്നതിന് നിർണായക റോള് ഇലോൺ മസ്കിന് കിട്ടുകയാണ്. നോക്കൂ, ഇലോൺ മസ്ക് ഒരു 15 കൊല്ലം മുമ്പ് അദ്ദേഹം സ്പേസ് എക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ചൊവ്വയിൽ വെച്ച് മരിക്കണം, എനിക്ക് ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അയാൾ കടന്നു വന്നപ്പോ ആളുകൾ അയാളെ നോക്കി പരിഹസിച്ചു, അയാളെ ഭ്രാന്തനെന്ന് വിളിച്ചു. പക്ഷെ ആ ഭ്രാന്തനെന്ന് വിളിച്ച ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം നിരന്തരമായി പരിശ്രമിച്ചു. 3 വട്ടം പരാജയപ്പെട്ടു. സ്വകാര്യ റോക്കറ്റ് പ്രക്ഷേപണം നടത്തുന്ന 3 വട്ടവും പരാജയപ്പെട്ടു. 4ാമത്തെ വട്ടം അദ്ദേഹം അത് വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ 1 സ്പേസ് ഏജൻസിയായ നാസ പോലും ഇന്ന് അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അതായത് ഇന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഒരുപക്ഷെ നടന്നേക്കുമെന്ന് കരുതുന്നുണ്ട് നമ്മൾ. അപ്പൊ അതായത് ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനെ തകർക്കാൻ പലപ്പോഴും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അച്ചീവബിൾ ആകണം എങ്കിൽ പോലും പലപ്പോഴും ഇന്നലകളിലെ വിശ്വാസത്തെ തകർക്കാനുള്ള ധൈര്യം കൂടി വേണം എന്നാണ് നമുക്ക് പറയേണ്ടി വരിക.